ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തമായി വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇത്. തിരുവനന്തപുരത്തുകാരുടെ ഇഷ്ട വിഭവമാണ് ബോളി. സേമിയ പായസത്തിനൊപ്പം കഴിക്കുന്ന ഈ വിഭവം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് കടലപ്പരിപ്പ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ കടലപ്പരിപ്പാണ്. ആദ്യം കടലപ്പരിപ്പ് നന്നായി കഴുകണം. അതിനുശേഷം ആവശ്യമായ വെള്ളം ചേർത്ത് കുക്കറിൽ 3 വിസിൽ കേൾക്കുന്നതുവരെ വേവിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ വിസിൽ കേട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാണ് അടുത്ത 2 വിസിൽ കേൾപ്പിക്കേണ്ടത്. കടല വേകുന്ന സമയത്ത് 750 ഗ്രാം മൈദ നന്നായി അരിച്ച് ലേശം യെല്ലോ ഫുഡ് കളർ, 1 നുള്ള് ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. മാവ് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് നല്ലെണ്ണ കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സ്വർണ്ണ നല്ലെണ്ണയാണ്. ചപ്പാത്തി പരുവാക്കി വെച്ചിരുന്ന മൈദാമാവിനെ കൈകൊണ്ട് പരത്തി വീഡിയോയിൽ കാണുന്നത് പോലെ നല്ലെണ്ണ ചേർത്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നേരത്തെ വേവിച്ച് വെച്ച കടലപ്പരിപ്പിലെ വെള്ളം തോർന്നു പോയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആ കടലപ്പരിപ്പ് പാത്രത്തിലേക്ക് തട്ടുക. അതിനോടൊപ്പം 1/2 കിലോ പഞ്ചസാര അതിലേക്ക് ചേർക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പഞ്ചസാര നല്ല മെൽറ്റായി കിട്ടും. അതിനുശേഷം അത് നന്നായി കുറുകി വരുന്ന സമയത്ത് ഒരു ജാതിക്കയും 10 ഏലക്കയും 1 സ്പൂൺ പഞ്ചസാരയും കൂടി പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുക. വീണ്ടും നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി കുറുകി കിട്ടും. അതിനുശേഷം മിക്സിയിൽ അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതും ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ച് ഈ കാണുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി വയ്ക്കണം. ഇങ്ങനെ എല്ലാ മാവും ബോൾസ് ആക്കി വെച്ചതിന് ശേഷം നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ മാവിലെ എണ്ണ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിൽ നിന്നും ഒരു ചെറിയ ഉരുള മാവെടുത്ത് കയ്യിൽ വെച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ പരത്തിയെടുത്തതിന് ശേഷം നേരത്തെ ഉരുട്ടി വെച്ചിരുന്ന കടലമാവിൻ്റെ ഒരു ബോൾ എടുത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എടുക്കേണ്ടതാണ്. അതായത് നമ്മളിപ്പോൾ മൈദ മാവിനെയാണ് പരത്തി വെച്ചിരിക്കുന്നത്. അതിലേക്ക് കടലമാവിൻ്റെ ഉരുളയാണ് എടുത്തതുപോലെ വെച്ച് ഫിൽ ചെയ്യുന്നത്. ഫിൽ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന മാവിനെ നമുക്കിതുപോലെ മാറ്റിയെടുത്തിട്ട് പിന്നീട് അടുത്തൊരു ഉരുള ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന ഓരോ ഉരുളയും ഇതുപോലെ അരിപ്പൊടിയിൽ വെച്ച് ഇങ്ങനെ മുക്കിയെടുക്കണം. അതിനുശേഷമാണ് നമുക്ക് ചപ്പാത്തി പലവയിൽ വെച്ച് പരത്താൻ പറ്റുന്നത്. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഒരു ദോശത്തവ എടുത്ത് ചൂടാക്കാൻ വയ്ക്കുക. ദോശത്തവ നന്നായി ചൂടായി വരുമ്പോൾ പരത്തി വെച്ച ഈ ബോളി എടുത്ത് ചെറുതീയിൽ 2 സൈഡും നന്നായി വേവിച്ചെടുക്കുക. 2 സൈഡും കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ നമ്മുടെ ബോളി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ബോളി സേമിയ പായസവും ചേർത്ത് നല്ല അടിപൊളിയായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി ബോളി ഒരു ബിസിനസ്സായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറയാണ്. ഇവിടെ 1/2 കിലോ കടലപ്പരിപ്പിൽ നിന്നും 750 ഗ്രാം മൈദ മാവിൽ നിന്നും ആകെ 102ഓളം ബോളിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിൻ്റെ ചിലവായി വന്നത് 200 രൂപയാണ്. കടയിൽ വിൽക്കുന്നതിന് ഒരു പാക്കറ്റിൽ 5 എണ്ണം 30 രൂപ നിരക്കിൽ കടക്കാരന് കൊടുക്കാം. അങ്ങനെ മൊത്തം 20 പാക്കറ്റ് കിട്ടും. 20 പാക്കറ്റിനും കൂടി 600 രൂപയാണ് കിട്ടുന്നത്. ചിലവായ തുക 200 പോയാൽ 400 രൂപ നമുക്ക് ലാഭവും കിട്ടും. അപ്പോൾ ബിസിനസ്സായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരം കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ, സീ യു.